ബലൂണിന്ന് വിട്ട് ഇപ്പം ബബിൾസ് കൊണ്ട് കളിക്കണേ. ഇത് എടുക്കാൻ സിമ്പിൾ മാത്രമാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ സമയം ഇപ്പം സന്ധ്യയായല്ലേ. എന്തോ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലൊരു ബലൂൺ ആക്കി മുറിച്ച് വീഡിയോ എടുത്ത് പിന്നെ കൊറേ ബലൂൺ ഉണ്ടായിന്. പിന്നെ അതാ മുറുക്കാൻ പോകുന്ന ഞാനിത് മുറുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളൊരാൾ വന്നിനി. ഇത് നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ബലൂണാക്കി വെച്ചതാണ്. അത് വന്നിട്ട് കീറി നേരം അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഇത് വന്നേ എറിഞ്ഞു പൊട്ടിച്ച് പീസായതാണ്. ആരാണ് കയ്യില് പിടിച്ചിരിക്കുന്നുണ്ട്? എനക്കാവൂല ഇത് പിടിക്കാൻ വേണ്ടിട്ട്. എനക്ക് അധികം നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല. നേരത്തെ ഇതൊരു വലിയ ഇത് പോന്ന ബലൂൺ പോലെ തന്നെ ഉണ്ടായിനി എന്റെ കൈമിൽ. എങ്ങനെ എനിക്ക് പിടിക്കാൻ ശരിക്കും പിന്നെ ഓരോന്ന് കട്ട് ചെയ്തെടുക്കണം അല്ലേ നമ്മൾക്കത്. ഞാൻ കത്തിയോണ്ട് വെക്കുമ്പോ സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് മുറിഞ്ഞും പോയി. അതെ ഫ്ലോപ്പായി പോയി. അത് എന്തുകൊണ്ട് വെള്ളം എനക്കൊന്ന് വെള്ളം കൂടുതൽ നിറച്ചോണ്ടാന്ന്. ഇത് ഇതാവുമ്പോ ഒന്ന് തള്ളിയില്ലേ, കൂടുതൽ വെള്ളായോണ്ടാന്നോ അല്ല നമ്മൾ കട്ട് ചെയ്താലോ പ്രശ്നമാണെന്നൊന്നും അറിയില്ല. ഒന്ന് നല്ല വൃത്തി കിട്ടീനി, ബാക്കിയെല്ലാം ഒരുമിച്ച് അങ്ങ് ഒറ്റയടിക്ക് പെട്ടു. ഇവര് ആഘോഷാക്കുവതിനെ കൊണ്ട് ഇവർക്കത് ഐസെല്ലാം കാണുമ്പോ ഉത്സവമായി എന്ന് കത്തി ഞാൻ ബലൂണ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുവന്നേ ഇങ്ങോട്ടേക്ക്. കത്തി എടുക്കാൻ പറ്റില്ല. ഇല്ല കത്തിയല്ല, കത്തി തന്നൂടാ. അത് ഏട്ടൻ അതാ ഓളെ ഗ്രേറ്റർ കൊടുക്കും മണിക്കൂട്ടാ. ഓളെ കളിക്കുമ്പോല്ലേ ഗ്രേറ്റർ ഞാൻ എപ്പോ എന്തെടുക്കുന്നോ അതിവെക്കണം. ഞാൻ എന്റെ സ്റ്റിക്കർ വെക്കാൻ പോയി. ഓള് കളിപ്പാട്ടെന്ന് പറയുമ്പോ ഓൻ പറയുന്ന സ്റ്റിക്കർന്ന്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ബാർട്ടർ സിസ്റ്റം പോലെയാണ്. ഒരു സാധനം അങ്ങോട്ട് കൊടുത്ത് മറു സാധനം തിരിച്ചു മേടിക്കും. ഓൻ ഇപ്പൊ സ്റ്റിക്കർ കൊണ്ടുവന്ന് ചോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓളത് തിരിച്ചു കൊടുക്കും. മേതും അത് മണിക്കൂട്ടിനും കൊടുക്കറാ. അത് കടവാതില് ഈ ഒരു എരിയുടെ ചക്കയുണ്ട്. അതെ, പക്ഷെ എല്ലാടെയും ചക്ക കയറുന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ 2-3 ചക്ക ഉണ്ടല്ലേ. അതിലേക്കാണ് ഈ കടവാതിൽ തെച്ചും വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ എല്ലാം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ്. അത് വന്നോണ്ട് ചക്ക പറിക്കാനും മടിയല്ലായിരിക്കും. ഇപ്പൊ നിപ്പി ഇതെല്ലാം ഇല്ലോണ്ട് അത് അതെ കാണുമ്പേ പേടി. ഇനിയിപ്പൊ ആ മരത്തില് ചക്കന്നെ ആരും ഇനി ഉപയോഗിക്കുകയും ചെയ്യില്ല. അപ്പൊ മണിക്കൂട്ടിന് ഇനിയിപ്പോ മുടി മുറിക്കാൻ കൊണ്ടുപോണ്ടേ. ഇനിയിപ്പോ സ്കൂള് തുറക്ക 10 ദിവസം കഴിഞ്ഞ് പിന്നെ ആർമാദിച്ച്. അപ്പൊ സ്കൂള് തുറക്കാനാകുമ്പോഴത്തേക്ക് ഇനിയിപ്പോ വെട്ടി തെളിച്ചിട്ട് വരണേ. 10ാമത്തെ ദിവസം തുറക്കും. അത് കിടക്കൂല. 10ാമത്തെ ദിവസം പൂട്ടിട്ട് അവധി എന്ന് പറയുമ്പോ 10 ദിവസം പൂട്ടണം. 10 ദിവസമല്ല 2 ദിവസം പോട്ടെ. വിദ്യാഭ്യാസ മന്ത്രി വരെ എത്തിക്കട്ടെ. അതെ, നമുക്കൊന്നും പൂട്ടണ്ട. 2 ദിവസം പൂട്ടിയാ മതി. 10 ദിവസം ഒരു ദിവസം കുറഞ്ഞു കിട്ടിയാ ഇപ്പോനി സങ്കടം ഇല്ല. ശനിയും ഞായറും എല്ലാം ലീവാന്ന്. പക്ഷെ 10 ദിവസം എന്ന് പറഞ്ഞാൽ നിയമം പാലിക്കണം. 10 ദിവസം. അതിന് എനിക്ക് എപ്പോഴാ പൂട്ടീനി? 15-ാം തീയതി. 13-ാം തീയതി പൂട്ടി. 13-ന് പൂട്ടീനി. അപ്പൊ എത്ര ദിവസം കിട്ടും? 14, 15 പിന്നെ 19, 20, 21, 22, 23-ാം തീയതി സ്കൂൾ തുറക്കും. അത് കൂട്ടൂല. 24-ാം തീയതി വേണം സ്കൂൾ തുറക്കാൻ. ഇത് വിവാദാവും. അതെ, ഇത് വലിയ വിവാദാവും. ഇനി എന്നാ ക്രിസ്മസിന്റെ ലീവിന് ഇവനിപ്പോ ആയില്ല. ഇത് കഴിഞ്ഞ് ഇനിയിപ്പോ ഓണം കഴിഞ്ഞു അടുത്ത ഡിസംബർ ആകുമ്പോഴത്തേക്ക് ക്രിസ്മസിന്റെ ലീവായി. നോക്കേ, ഇതിപ്പം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം കഴിയണ്ടേ. 2 മാസം. ഡിസംബറിൽ ലീവാന്ന്.
ഡിസംബർ 10 25 എത്ര ദിവസം പോയി അല്ല എത്ര പെട്ടെന്ന് പോയി. ആ 10 ദിവസമല്ല സ്കൂള് തുറന്നിട്ട് ഇപ്പൊ എത്ര പെട്ടെന്ന് പോയി. ഡിസംബറിൽ എന്നാ ലീവ്? ഡിസംബർ 25 ക്രിസ്മസ് ആണ്. അപ്പൊ ഡിസംബർ ഒരു 15 ആകുമ്പോഴത്തേക്ക് 15 20 ആകുമ്പോഴത്തേക്ക് വെക്കേഷൻ ആദ്യ 10 ദിവസം. അല്ല ഇനി 2 മാസം കഴിയാണ്ടേ. കണ്ട ഇത്രയും ദിവസം ഇവൻ എന്നാ പറഞ്ഞത് സീനാട്ടാ, എനക്ക് വീട്ടിലിരിക്കാൻ ബോറാണ്, മടിയാണ്. ഇപ്പൊ ടീച്ചർ കാണുന്നത് കുറച്ച് ദിവസം വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് ഓന് മടിയായി പോയി. മടിയായി പോയി അല്ലേ? എക്സാമിന്റെ പേപ്പർ ഉറങ്ങണ രാവിലെ എണീക്കാനാന്ന് രണ്ടാക്കും ഒരുപാട് എന്തോ പരിപാടി ഉണ്ട്. നമുക്ക് എന്നാന്ന് പോയി നോക്കിട്ട് വരാം. എന്നാന്നോ വാട്ടർ ബലൂണ് നിറയ്ക്കാൻ പോകുമ്പോ പറിക്കാൻ കിട്ടുന്നില്ല. പറയുന്നുണ്ടോ? ഞാൻ നിറച്ചേരതാ. ഓ വാട്ടർ ബലൂൺ അല്ലേ? ആ ഇത് കാണിച്ചു കൊടുത്തേ വാട്ടർ ബലൂണ്. ആ അത് നിറക്കാൻ പോയിന്ന് കടവാതിലാണ്. ഇന്ത്യയായ കടവാതിലിന്റെ ചെറുതില് കുറച്ച് വെള്ളം നിറച്ചിട്ടേ നിലത്തെറിയെന്ന് എന്തോനും പൊട്ടൂല. ഓ ഇതാ മണിക്കൂട്ടാ, എനിക്ക് അലക്കാനില്ലത് ഇവിടെ തന്നെ ഉണ്ട്. സ്കൂൾ തുറക്കാനുള്ള തയ്യാറെടുപ്പ് രാവിലെ കുതിർത്ത് വെച്ചതാണോ അവന്റെ ബാഗ്. കട്ടക്കൊയി മീൻസ് ചളി വരണ്ടത്. ഉച്ചക്കാണ് അവനോട് പറഞ്ഞ നല്ല വെയില് കണ്ടിനി, എന്നാ പിന്നെ അതൊന്ന് കഴുകി ഇടുന്ന് പറഞ്ഞിട്ട് വെച്ചാണ്. ഓൻ സർഫ് ഇട്ടിട്ട് അതിൽ പൊതിർത്തി വെച്ചിട്ട് പോയി. ഇനി രാവിലത്തേക്ക് ഇത് ഒലിമ്പിട്ടിട്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. കുന്തളാമ്മ ഇതാ ചായയെല്ലാം വെച്ച് കാത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് നമ്മളെ കുട്ടൻ വന്നിട്ടുണ്ട്. കുട്ടനിടെ ചായ കുടിക്കാലോട്ട് ആദ്യം ചായ ചിപ്സും കട്ടൻ ചായയും. കട്ടനല്ല കുട്ടൻ നല്ല സമയത്താ വന്നിട്ടാ. ആ കുട്ടനെയാണ് ഇപ്പൊ വിളിച്ചത്. ആ കുട്ടൻ ആദർശുണ്ട്. ഒരു ഗ്ലാസ് ചായ കുടിക്കല്ലാരും. നല്ല ചിപ്സും ഉണ്ട്. അമ്മ മീറ്റിങ്ങിന് അമ്മ ചിപ്സ് കൊണ്ടുവരുമല്ലോ. നിങ്ങൾ തിന്നോട് ഏതായാലും ചായ കുടിക്കട്ടെ. ആദ്യം കുട്ടന് ചായ കൊടുക്കും, പിന്നെ കാര്യത്തിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ചായ ഇടക്കുന്നുണ്ടാവും പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് കാണട്ടെ. ബലൂണിന്ന് വിട്ട് ഇപ്പം ബബിൾസ് കൊണ്ട് കളിക്കലായേ. ഇത് മേത് ബലൂണ് കിട്ടിയാ? ഇത് ആദർശേട്ടന് അതല്ലേ? ഇത് എങ്ങനെയാ മണിക്കൂട്ട നീ ഇതാക്കിയതല്ലേ മണിക്കൂട്ട? ഈ പിന്നെ ബബിൾസിൻ്റെത് എങ്ങനെയാ? ഇതാ മേതുവിന് ആളെ കാണുമ്പോ ഭയങ്കര ഡാൻസ് ആണ്. മേതു നിന്റെ ബലൂൺ ഒന്ന് മുകളിൽ പോയിട്ടുണ്ടായിട്ടേ ടെറസിന്റെ മുകളിൽ അത് കിട്ടിയാ? കിട്ടിയത് നെയ് ഭയങ്കര ഹിന്ദി. നെയ് കിട്ടിയില്ല ഹേനാ? മേതുട്ടി ഒരു പുതിയൊരു പാട്ട് പാടിക്കൊടുത്തു. എല്ലാരും ചോദിക്കുന്നു മേതുവിന്റെ പാട്ട് കേൾക്കുന്നില്ല. ഡാൻസ് അല്ല പാട്ട്. മേതു ഫാൻസ് ചോദിക്കുന്നു. മേതുവിന്റെ പാട്ടില്ലല്ലോ. മേതുട്ടി ആദർശിന്റെ ബാക്കില് റൊണാൾഡോ അല്ലേ? റൊണാൾഡോന്റെ ഫാനല്ലേ ആദർശന്? അല്ല നെയ്മർ മെസ്സിയാ? മണിക്കൂട്ടം വരുന്നുണ്ടേ പാട്ട് പാടാൻ വേണ്ടി. മേതൊരു ബബിൾസ് ഊതി കൊടുത്ത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തേ. കുട്ടാന്റെ സൈക്കിൾ അല്ലേ? അപ്പൊ കുട്ടനും ശ്രീനാടിനും കൂടെ എണ്ണയെല്ലാം അടിച്ച് വരട്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതിന്റെ ടയറിന് ചെറിയ കംപ്ലൈന്റ് ആയിപ്പോയി സ്കൂട്ടീന്റെ. അപ്പൊ അതിന്റെ സാധന സാമഗ്രികൾ മേടിക്കണം. മണിക്കൂട്ടൻ ഇതാ കുട്ടൻ പോയതിന്റെ പിന്നെ കുട്ടന്റെ സൈക്കിൾ എടുത്തിട്ട് തന്നെ വലിയ സൈക്കിളും അത്.
മേതൂട്ടിക്കാവോ ഇതുപോലെ വലിയ സൈക്കിളിൽ കയറാൻ മേതു? മണിക്കൂട്ട ഒരു പാട്ട് പാടിക്കൊടുത്ത മണിക്കൂട്ട. പൊട്ടിപ്പോയി. പാപിന് വേണ്ടി നടക്കണ ചൂരതിലേകിയ സുഖവനാണ്. മറന്നു നേരത്തെ മണിക്കൂട്ട വൃത്തി പാടുന്നുണ്ടായിരുന്നല്ലോ. പിന്നാവില് മാളിക പണിയെന്ന് കാറ്റത് തീർക്കണ പാട്ടിവനാണ്. സഹാബിന് വേണ്ടി മേതു അതിന്റെ ഇടക്ക് ഡാൻസ് പോകാൻ പാടും. പിന്നാവില് മാളിക പണിയെന്ന് കാറ്റത് തീർക്കണ പാട്ടിവനാണ്. അടുത്ത പ്രാവശ്യം പാടിക്കൊടുക്കണേ മണിക്കൂട്ട. എന്തായാലും ഞാൻ പാടിക്കും, ബെറ്റാണ്. അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ഇത് പാടിത്തരും. എന്താ മേതു? മേതു നല്ല ഹെയർ ബാൻഡ് എല്ലാം വെച്ചിട്ടുണ്ട്. നോക്കിയേ. എന്താ മേതു? എന്ത് പോവാ മേതു? അത് ചെമ്പരത്തിയാ? ചെണ്ടുമല്ലി. നീല ചെണ്ടുമല്ലിയാ? നല്ല രസമുണ്ട് കേട്ടാ. മേതു ഇത് ഉറക്കം വന്ന് ഉറങ്ങാൻ വേണ്ടിട്ട് പോന്നുണ്ടായിരുന്നു. ഒരു ഉറക്കം കഴിഞ്ഞു അതിന്റെ ഇടക്ക്. ഉറങ്ങുന്നതിന്റെ ഇടക്കാണ് ഞാൻ പിടിച്ചെണീപ്പിച്ച് കുളിപ്പിച്ചത്. ആ കുളിച്ചില്ല, ഇങ്ങനെ കിടന്നതോള്. ആടെ ഉറങ്ങിയപ്പോ എങ്ങനെയല്ലോ പിടിച്ചെണീപ്പിച്ച് കുളിപ്പിച്ചു. ഇന്ന് മണിക്കൂട്ടം മുടി മുറിക്കാൻ പോവാന്നെല്ലാം മറ്റു അതിന്റെ ഇടക്ക് പിന്നെ കുട്ടൻ വന്നു. ചെറിയൊരു പണി ഉണ്ടായിന് ഇവിടെ കുട്ടനല്ലേ, ചെറിയൊരു നമ്മുടെ സിങ്ക് ലീക്ക് ആവുന്നുണ്ടായിന്. അപ്പൊ അത് കുട്ടൻ വന്ന് ശരിയാക്കി. പിന്നെ ചായലും കുടിച്ച് വർത്താനം പറയുമ്പോഴത്തേക്ക് സമയം അങ്ങ് പോയി. മറ്റേ എപ്പോഴും രാത്രിക്ക് തന്നെ പോലെ. ഇനിയിപ്പം നാളെ ഇപ്പം പോകേണ്ടി വരും. മറ്റന്നാള് സ്കൂള് തുറന്നു. രാവിലെ തന്നെ കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരും. ഞായറാഴ്ച അവർക്ക് ലീവ് ഉണ്ടാവൂല അല്ലെ? മുടി മുറിക്കുന്നവർക്ക് ബുധനാഴ്ച. എപ്പോ അല്ലേ ലീവ്? ഞായറാഴ്ച അല്ലല്ലോ. രാവിലെ ഇനിയിപ്പം കൊണ്ടുപോകുന്നതിന്റെ ഇടക്ക് അത് മുറിച്ചിട്ട് വരണം. ഇല്ലേ പിന്നെ സമയം മറ്റന്നാൾ തുറന്നില്ലേ? 10 ദിവസമായില്ലേ കൂട്ടിയിട്ട്? നേരത്തെ പറയുന്നുണ്ടോ? 9 ദിവസം ഭയങ്കര എണ്ണി വെച്ച്. വേറെ ഒന്നും പോലെ അങ്ങനെ എണ്ണയില്ല. 9 ദിവസം എന്തുകൊണ്ട് 10 ദിവസം കൂട്ടിയിട്ടാന്നുള്ളൊരു ചോദ്യം അതുകൊണ്ടാന്ന് അറിയില്ല. ഒരാള് കിടന്നിട്ട് ഗൈസ് എന്ന് വിളിക്കുന്നുണ്ടേ. എന്താണ് ഗൈസ്? പറയൂ ഗൈസ്. മാത്രല്ല അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ മേടിച്ചതോക്ക് നിറയെ ഡിസൈൻ ഉള്ളതാന്നുള്ള മുഖത്തിന് രസം. ഇത് പിന്നെ ഓള് രാത്രിക്കല്ലോ അല്ല മേതു? ഇത് മേതുവിന് ഇഷ്ടല്ലേ ഈ ഹെയർ ബാൻഡ്? എനിക്ക് ഒരു ദിവസം നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ മേതുവിന്റെ ഹെയർ ബാൻഡ് കളക്ഷൻ. മേതൂട്ടി ഒരു വീഡിയോ നമുക്ക് അതാക്കാൻ തോന്നുന്നു. മേതൂട്ടിന്റെ ഹെയർ ബാൻഡും മാലിയും ഇതെല്ലാം പഴയതെല്ലാം എടുത്ത് ഞാൻ കളഞ്ഞു. പഴയതെല്ലാം എടുത്ത് അപ്പുറം കൊണ്ടുപോയി. ഇപ്പൊ പുതിയതേ ഇല്ലു. പഴയത് കൊറേ എണ്ണം ഉണ്ടായിന്. അത് വെച്ച് വെച്ച് കുറച്ച് ഇട്ടിട്ടാകുമ്പോ അതിലൊരു പൂപ്പല് വന്ന പോലെയായി. പിന്നെ അത്രേ ഇടാനും പറ്റും. ഓള് ഉപയോഗല്ലേ. കല്ലിയും മറ്റു ഇതെല്ലാം ഇല്ലതാണെങ്കിൽ രണ്ടോട്ട് ഇടുമ്പോഴത്തേക്ക് അതിന്റെ കഥ തീർത്തിട്ടുണ്ടാവും. പിന്നെ തുണീന്റെ ആണെങ്കിൽ പിന്നെയും നിക്കും. അപ്പൊ അതെ 2-3 ദിവസമായി പോയിട്ട്. വരുമായിരിക്കും ഇനിയിപ്പൊ നാളെയും കൂടെ കഴിഞ്ഞു. ഇപ്പൊ പിന്നെ തിരക്ക് പിടിച്ച അതെ. അതൊന്നാമത് ഇവര് 20-ാം തീയതി തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ആ സമയത്തെല്ലാം പിന്നെ എന്തെല്ലാം ആയി പോവാൻ പറ്റിയില്ല. എന്തേ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം 20-ാം തീയതി കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി 3-4 ദിവസം നല്ല തിരക്കിട്ട പണിയാന്നാ പറഞ്ഞത്. എന്തോ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? അത് രാത്രിയാകുമ്പോ ഇവിടെ ഒരു ചർച്ചയാണ്. ആരും കൂടെ കിടക്കുന്നില്ലത് മേതു. അപ്പൊ ഇന്ന് രാവിലെ എന്നിട്ട് ചോദിക്കും. ചിലപ്പോ ഞാൻ ഇവരെ ഉറങ്ങിക്കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് വരുവേ. ക്യാമറ വരുമ്പോഴേക്കൊന്നും മിണ്ടുന്നില്ലേ? അപ്പൊ ഇന്ന് ശൗന്തളേന്റെ ഒപ്പം എന്നാ പറയുന്നോള്. അപ്പൊ ഞാൻ ചില ദിവസം രാത്രി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് എന്റെ അടുത്തൊക്കെ കിടത്തി കഴിഞ്ഞാൽ രാവിലെ ചോദിക്കോള് ഇന്ന് എരപ്പര കിടന്ന് ഞാൻ അമ്മമ്മേരപ്പരല്ലേ കിടന്നിനി പറയും. അപ്പൊ ഇന്ന് അമ്മമ്മേരെ എവിടെയാന്നല്ലേ? ആ പറഞ്ഞോ.
മറന്നുപോയാ? ആ ഓർമ്മിക്ക്. അതുവരെ നമ്മ വേറെ സംസാരിക്കാം. നീ ഓർമ്മിച്ചിട്ട് ആവുമ്പോ പറ കേട്ടാ. അപ്പൊ അങ്ങനെയല്ലാന്ന് എന്തോ പറയാൻ വിചാരിച്ചിനി. അപ്പൊ അങ്ങനെയല്ലാന്ന് ഇന്നത്തെ നമ്മളെ വിശേഷം. ഇന്ന് ഏടിയും പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല അല്ലങ്ങള്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.